പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമലവും വേദയും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കമലത്തിനോട് വേദ ചോദിക്കുന്നുണ്ട്, അമ്മേ വിക്രം ഏത് കോളേജിലാ പഠിച്ചത്? ഇത് കേട്ട് കമലം പറയുക, ഇവിടെ അടുത്തുള്ള കോളേജിലാ. എന്താ മോള് ചോദിച്ചത്? അല്ല, വെറുതെ ചോദിച്ചതാ. അപ്പോഴേക്കും പുറത്താരോ വിളിക്കുന്ന ശബ്ദം കേട്ട് കമലവും വേദയും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജയും നന്ദിനി പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുക. അവരോടും പറയുന്നുണ്ട്, പുറത്താരോ വന്നല്ലോ, ആരാന്ന് നോക്കട്ടെ. കമലം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും പുറത്ത് ഒരു സുന്ദരി കുട്ടി വന്ന് നിൽക്കുക. കമലത്തിന് ആളെ മനസ്സിലായില്ല. അപ്പോഴേക്കും വേദയും ശ്രീജയും നന്ദിനിയൊക്കെ വരുന്നുണ്ട്. കമലം ചോദിക്കുക, ആരാ, മനസ്സിലായില്ല. അപ്പോഴേക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, അമ്മയ്ക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാത്തത്. പക്ഷെ എന്റെ പേര് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവൂ. ഇത് കേട്ട് കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ എവിടെയോ കണ്ടു മറന്ന മുഖം. എനിക്ക് മോളെ കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ഇത് സൂര്യയല്ലേ, വിക്രമിന്റെ കൂടെ പഠിച്ച കോളേജിൽ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീജയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുക, ചേച്ചിക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ. അപ്പോഴേക്കും കമലം പറയുന്നുണ്ട്, ഓ ഇത് സൂര്യമോളാണോ? പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ, ഇപ്പോൾ വലിയ കുട്ടിയായി. അപ്പോഴേക്കും നന്ദിനിയും വേദയും കണ്ടിട്ട് പറയുന്നുണ്ട്, ഇത് വിക്രമിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ? നന്ദിനിയെ നോക്കി പറയുക. ഇത് കേട്ട് നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ അതെ, എങ്ങനെയാ മനസ്സിലായത്? അപ്പോഴേക്കും ആ കുട്ടി പറയുന്നുണ്ട്, അത് ആളെ കണ്ടപ്പോ മനസ്സിലായി, പക്ഷേ ഇതാരാന്ന് മനസ്സിലായില്ല. വേദി നോക്കി പറയുന്നുണ്ട്. അപ്പോഴേക്കും കമലം പറയുക, ഇത് വിക്രമിന്റെ ഭാര്യയാ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് വേദി കണ്ണെടുക്കാതെ നോക്കും. എന്നിട്ട് അടുത്ത് പോകുന്നുണ്ട്. കയ്യിൽ പിടിച്ചിട്ട് പറയുക, ഞങ്ങൾ എപ്പോഴും വിക്രമിനോട് പറയും, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാഗ്യവതിയാന്ന്. ആർക്കാണോ ആ ഭാഗ്യം വിധിച്ചിരിക്കുന്നതെന്ന്. ആ ഭാഗ്യവതിയെ ഞാനിപ്പോൾ നേരിട്ട് കണ്ടു. ഇത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട്. നന്ദിനി ദേഷ്യത്തിൽ വേദയെ നോക്കുക. എന്നിട്ട് സൂര്യ പറയുന്നുണ്ട്, വിക്രമിന്റെ ഭാര്യയുടെ പേരെന്താ? വേദയാന്ന് പറയുക. ഇത് കേട്ട് കമല പറയുന്നുണ്ട്, വാ മോളെ, അകത്തിരിക്കാം, അകത്തിരുന്ന് സംസാരിക്കും. കുടിക്കാൻ എന്താ എടുക്കേണ്ടേ? അപ്പോഴേക്കും സൂര്യ പറയുന്നുണ്ട്, ഇപ്പൊ ഒന്നും വേണ്ടമ്മേ, ഞാൻ ഇനിയൊരു ദിവസം വരാം, എനിക്ക് വേറെ ആവശ്യങ്ങളുണ്ട്. അല്ല, വിക്രം ഇവിടെ ഇല്ലേ? അവനെ ഒന്ന് കാണാനാ ഞാൻ വന്നേ. അപ്പോഴേക്കും വേദ പറയുക, വിക്രം ജോലിക്ക് പോയിരിക്കുക, വൈകിട്ടേ വരുള്ളൂ, വന്നിരുന്നു എന്ന് പറയാം. ഇത് കേട്ട് സൂര്യ പറയുന്നുണ്ട്, വേദയ്ക്ക് അറിയാവോ, അവൻ കോളേജിലെ ഹീറോ ആയിരുന്നു. അത് മാത്രമാണോ, ആ കോളേജിലെ എല്ലാ പെൺകുട്ടികളുടെയും കണ്ണിലുണ്ണിയായിരുന്നു വിക്രം. സ്പോർട്സിലും ആർട്ടിലും പഠിത്തത്തിലും എല്ലാത്തിലും ഒന്നാമത്. അവൻ വലിയൊരു പൊസിഷനിൽ എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാമായിരുന്നു. അല്ല, അവൻ എന്ത് ജോലിയാ ചെയ്യുന്നേ? അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒരു ബിസിനസ് നടത്തുക, കൂടെ പഠിത്തവും. അപ്പോഴേക്കും സൂര്യ പറയുന്നുണ്ട്, എന്നാ ഞാൻ ഇനിയൊരു ദിവസം വരാം, ഇറങ്ങും അമ്മേ. വേദയോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് സൂര്യ പോകുന്നുണ്ട്. അപ്പോഴേക്കും വേദയോട് നന്ദിനി പറയുന്നുണ്ട്, എന്തൊക്കെ കള്ളവാ നീ തട്ടിവിട്ടത്? പറയുന്നത് കേട്ട ആരും വിശ്വസിച്ചു പോകും, എനിക്ക് പോലും ഇങ്ങനെ കള്ളം പറയാൻ അറിയില്ല. ഇത് കേട്ട് നന്ദിനിയെ ദേഷ്യത്തിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറയുക, വേദയേട്ടത്തിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല, മനസ്സിലായി വരുന്നതല്ലേ ഉള്ളൂ അല്ലേ ഏട്ടത്തി? ഇത്രയും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട്. ഒപ്പം കമലയും ശ്രീജയും. അപ്പോഴേക്കും നന്ദിനി മുഖവും വെട്ടിത്തിരിച്ച് ദേഷ്യത്തിൽ നടന്നു പോവുക. രാത്രിയായപ്പോൾ വിക്രം വരുക. വേദ വിക്രമിനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. വിക്രം വേദയെ നോക്കിയ ശേഷം കുളിക്കാനായിട്ട് പോകും. വിക്രം കുളിച്ചിട്ട് വരുമ്പോഴേക്കും വേദയെ അവിടെ കാണുന്നില്ല. വിക്രം നോക്കുന്നുണ്ട്. എന്നിട്ട് ചോറ് കഴിക്കാനായി വിക്രം അകത്തേക്ക് പോവും. അപ്പോഴേക്കും ചോറൊക്കെ കോരി ഡൈനിങ് ടേബിൾ എടുത്തു വെച്ചിരിക്കുക. ഇത് കണ്ട വേദയോട് പറയുക, ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ നിന്നോട് ചോറെടുക്കാൻ, എനിക്കെടുത്ത് കഴിക്കാൻ അറിയാം, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇത് കേട്ട് വേദ പറയുക, നിങ്ങളിങ്ങനെ ദേഷ്യം കാണിക്കാതെ ആ ചോറെടുത്ത് കഴിക്കേണ്ടെങ്കിൽ കളയി, വേറെ ചോറൊന്നുമില്ല. എന്നോട് ദേഷ്യവും കാണിച്ചിരുന്ന നിങ്ങൾ രാത്രി പട്ടിണിയായിരിക്കും, ഉറങ്ങാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എല്ലാരും ഉറങ്ങിയിട്ട് രാത്രി ഇവിടെ വന്ന് കട്ട് തിന്നാൻ ചോറൊന്നുമില്ല. ഇത് കേട്ട് വിക്രമിന് ശരിക്കും ദേഷ്യം വരും. ഉടനെ പറയുന്നുണ്ട്, ആരടി കട്ട് തന്നത്? എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, അതിന് നിന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷെ നീയോ ഇവിടത്തെ ആരുമല്ല, അത് നീ ഓർമ്മിച്ചാ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇത്രയും പറഞ്ഞിട്ട് ചോറെടുത്ത് കഴിക്കുക. ഇത് കണ്ട് വേദ ചിരിച്ചോണ്ട് നിൽക്കണം. എന്നിട്ട് ഒരു കസേര എടുത്ത് വിക്രമിന്റെ അടുത്തിരിക്കുക. ഇത് കണ്ട് വിക്രം പറയുക, സ്വസ്ഥമായി ചോറ് കഴിക്കാൻ സമ്മതിക്കില്ലേ? എന്തിനാ ഇങ്ങനെ മുന്നിൽ വന്ന് കൊതി വിടാനിരിക്കുന്നേ? ഇത് കേട്ട് വേദ പറയുക, ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടാ ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ വിശന്നിട്ടല്ല. ഇത് കേട്ട് വിക്രം പറയുക, നീ ഇവിടെ ഇരുന്നാ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നില്ല. അപ്പോഴേക്കും വേദ പറയുക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിക്രം ചോദിക്കുക, എന്ത് കാര്യം? എനിക്കൊന്നും കേൾക്കണ്ട. ഇത് കേട്ട് വേദ പറയുക, കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട, ഇന്ന് രാവിലെ നിങ്ങളെ കാണാൻ ഒരാള് വന്നിരുന്നു. ആളെന്ന് വെച്ച ആണല്ല, ഒരു പെണ്ണ. ഇത് കേട്ടത് വിക്രം വേദയുടെ മുഖത്ത് കണ്ണുരുട്ടിയിട്ട് ചോദിക്കുക, പെണ്ണോ? ഏത് പെണ്ണ്? അപ്പോഴേക്കും വേദ പറയുക, നിങ്ങൾക്ക് ഒന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ പറയണം? അപ്പോഴേക്കും വിക്രം പറയുക, ആ നീ പറ. അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് വേദ പറയുക, നിങ്ങളുടെ കോളേജിൽ പഠിച്ച നിങ്ങളുടെ കൂട്ടുകാരി പേര് സൂര്യ, എന്താ അറിയാവോ? വിക്രം പറയുന്നു, ആ അറിയാം.
നിരാശയോടെ വിക്രം പറഞ്ഞിട്ട് ചോറ് കഴിച്ച് ആദിയിൽ നിർത്തിയിട്ട് വിക്രം കൈ കഴുകിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. വേദ അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ചോറ് വേണ്ടേ? വിക്രം കേൾക്കാത്ത മട്ടി മുറിയിലോട്ട് പോവുക. വേദ പിന്നെ വിക്രമിനെ ശല്യം ചെയ്യാനായി വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നില്ല. വേദ പാത്രം കഴുകി വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വന്ന് കിടക്കുന്നുണ്ട്. വിക്രമിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് രാവിലെ ആയപ്പോഴേക്ക് വിക്രം നേരത്തെ എഴുന്നേറ്റിരുന്നു. പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും കമലവും മാഷി ഇടയ്ക്ക് വെള്ളം ഒഴിക്കും. വേദ തുണി നനച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട കമല വേദയോട് പറയുന്നുണ്ട്, മോളുടെ കൈ മുറിഞ്ഞിരിക്കുവല്ലേ, എന്നിട്ടാണോ ആ കൈ വെച്ചിട്ട് തുണി നനയ്ക്കുന്നേ? ഇന്ന് നനയ്ക്കേണ്ട മോളെ, നാളെ നനയ്ക്കാം. ഇത് കേട്ട് വേദ പറയുക, ഇതൊന്നും നനച്ചില്ലെങ്കിൽ ശരിയാവില്ല അമ്മേ, 2-3 ഡ്രസ്സല്ലേ ഉള്ളൂ. ഇത് കേട്ട് കമൽ മാഷിനെ നോക്കുക. മാഷ് അപ്പോഴേക്ക് വിക്രമിനെ കാണുന്നുണ്ട്. വേദ പറഞ്ഞത് വിക്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മാഷ് കമലത്തെ നോക്കി പറയുന്നുണ്ട്, താലി വെച്ച് കെട്ടിയ പെണ്ണിന് ഒരു തുണി വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്തവന്മാരാ ഇവിടെ ഉള്ളത്. ഇവരെയൊക്കെ വാർത്തയേറെ പറഞ്ഞാൽ മതി, ശരിയല്ലേ കമലം? ഇത് കേട്ട് കമൽ വിക്രമിനെ നോക്കുന്നുണ്ട്. വേദ അപ്പോഴേക്ക് വിക്രമിനെ നോക്കുക. അപ്പോഴേക്കും മാഷ് വിക്രമിനോട് പറയുന്നുണ്ട്, എടാ നീ ഈ വീട്ടിന് വേണ്ടി എന്താ ചെയ്യുന്നേ? കുനിഞ്ഞൊരു കുപ്പ എടുക്കുന്നില്ല. അത് പോട്ടെ, ഈ കുട്ടിയെ നീ കല്യാണം കഴിച്ചെന്ന് അംഗീകരിക്കുന്നില്ല, അതൊക്കെ ശരിയാ. എന്നാൽ ഈ കുട്ടി ഇവിടെ താമസിക്കുന്നത് നിന്റെ ഭാര്യ എന്ന അവകാശത്തില. അപ്പോൾ ഇവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നിന്റെ കടമയാണ്, നിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലും ചെയ്യാത്ത നിന്നെയൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നേ? നീ മാത്രമല്ല, വേറൊരുത്തനും ഉണ്ട് ഇവിടെ, വിശ്വം. അവൻ ഇതുവരെ നേരം പോലും വെളുത്തിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ട് കമലത്തോട് പറയുക, ഇനിയും സംസാരിച്ച എന്റെ നിയന്ത്രണം നഷ്ടമാകും, അതുകൊണ്ട് ഞാൻ പോവാ. ഇത്രയും പറഞ്ഞിട്ട് മാഷ് പറമ്പിലോട്ട് പോകുന്നുണ്ട്. കമലം വിക്രമിനെ നോക്കുക. എന്നിട്ട് വിക്രം വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിനക്ക് സമാധാനമായല്ലോ? അച്ഛനെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? ഇത് കേട്ട് വേദ പറയുക, ഞാൻ മാഷിനോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ ഇവിടെ ഡ്രസ്സ് നനയ്ക്കുമായിരുന്നു. അപ്പോഴേക്കും കമല വിക്രമിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ വിക്രം വേദ മോളോട് ദേഷ്യം കാണിക്കുന്നേ? അവള് പറഞ്ഞിട്ടാണോ അവക്ക് എന്തൊക്കെ വേണമെന്ന് നീ അറിയേണ്ടത്? എല്ലാം അറിഞ്ഞു വാങ്ങിക്കൊടുക്കേണ്ടത് നീ തന്നെയല്ലേ? നന്ദിനിക്ക് വിനായകൻ ആരും കാണാതെ എന്തൊക്കെയാ വാങ്ങിക്കൊടുക്കുന്നേ? നീ കണ്ടിട്ടില്ലേ? അവക്ക് സാരിക്ക് വാങ്ങിക്കൊടുക്കുന്നേ? നീ എന്താ വിക്രം കൊച്ചുകുട്ടിയാണോ? നീ അവളോട് ദേഷ്യം കാണിക്കാതെ അവക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് അവളെയും കൂട്ടിക്കൊണ്ട് പോയി വാങ്ങിക്കൊടുക്ക്, അല്ലാതെ അവളോട് ദേഷ്യം കാണിക്കാതെ. ഇത്രയും പറഞ്ഞിട്ട് കമലം അകത്തേക്ക് പോണുണ്ട്. വേദ വയ്യാത്ത കൈകൊണ്ട് ഡ്രസ്സ് നനയ്ക്കുന്നത് കണ്ട് വിക്രം നോക്കി നിൽക്കുന്നുണ്ട്. വേദ അപ്പൊ ചോദിക്കുക, എന്താ തുണി നനയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ആ പതിവില്ലല്ലോ. ഇത്രയും പറഞ്ഞിട്ട് വേദ അകത്തോക്കി പോവുക. വിക്രം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വിക്രം കുളിച്ചൊരുങ്ങി കാപ്പി കുടിക്കാനായി വരുന്നുണ്ട്. കാപ്പി കുടിച്ച ശേഷം വേദയോട് പറയുക, നീ റെഡിയാവ്, പുറത്തു പോയിട്ട് വരാം, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ. ഇത് കേട്ട് കമൽ വിക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കുക. വേദയ്ക്കപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നുക. ഇത് കേട്ട് നന്ദിനി കണ്ണും വീഴ്ച നോക്കുക വിക്രമിനെ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട്. നന്ദിനി ഓടിപ്പോയി വിനായകനോട് പറയുക, നിങ്ങൾ ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും അറിയുന്നുണ്ടോ? 24 മണിക്കൂർ ഈ മുറിക്കകത്തിന് അടഞ്ഞിരിക്കാതെ മനുഷ്യ. വിനായകൻ അപ്പൊ ചോദിക്കുക, ഒന്ന് തെളിച്ച് പറയും നന്ദിനി. അപ്പോഴേക്കും പറയുക, അതെ വിക്രമുണ്ടല്ലോ, അവൾക്കില്ലേ വേദയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ, അവളെയും കൊണ്ട് പുറത്തേക്ക് പോവുക. എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ വേദയോട് ഒരുങ്ങി റെഡിയായി വരാൻ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോയാലോ വിക്രം അവളെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ മനസ്സൊക്കെ മാറി, ഇപ്പൊ പണ്ടത്തെ വിക്രമൊന്നും ഇല്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം, അതിന് ഞാൻ എന്ത് ചെയ്യും. ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോവുക. നന്ദിനി ഉടനെ വേദയുടെ അടുത്തേക്ക് പോണുണ്ട്. അപ്പോഴേക്കും വേദ ഒരുങ്ങി പോവാനായി വിക്രമിന്റെ അടുത്തേക്ക് പോണുണ്ട്. ഇത് കണ്ട് അസൂയോടെ നോക്കി നിൽക്കുവാ നന്ദിനി. വിക്രം ഒരു ടെസ്റ്റേഴ്സിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുക. എന്നിട്ട് വേദയ്ക്ക് കുറച്ച് കാശെടുത്ത് കൊടുക്കണുണ്ട്. എന്നിട്ട് പറയുക, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങ്, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, പോയിട്ട് വാ. അപ്പോഴേക്കും വേദ ചോദിക്കുക, ഇതെവിടെന്നാ നിങ്ങൾക്ക് ഈ കാശ്? അപ്പോഴേക്കും വിക്രമിന് ദേഷ്യം വരുക. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പം തിന്നാ പോരെ, എന്തിനാ കുഴി എണ്ണുന്നേ? വേണമെങ്കിൽ പിടിക്കേ. അപ്പോഴേക്കും വേദ പറയുക, നിങ്ങൾ ആദ്യമായിട്ട് തന്ന കാശല്ലേ, ഞാൻ വാങ്ങിക്കാം, പക്ഷെ ഇനി തെറ്റായ മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന കാശൊന്നും ഞാൻ വാങ്ങില്ല. ഇത്രയും പറഞ്ഞിട്ട് ആ കാശും കൊണ്ട് വേദ ടെസ്റ്റേഴ്സിനുള്ളിൽ പോവുക. വിക്രം കൊടുത്ത കാശ് പേഴ്സിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് വേദ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. കൂടെ വിക്രമിനൊരു ഷർട്ട്. വിക്രം കൊടുത്ത കാശ് വേദ കൊടുക്കുന്നില്ല. വേദയുടെ കാശ് കൊടുത്ത് ഡ്രസ്സെല്ലാം മേടിക്കുന്നുണ്ട്. വിക്രം കൊടുത്ത കാശ് പേഴ്സിൽ തന്നെ വെച്ചിരിക്കുക. വേദയുടെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട്, നീ ഇത് എന്തൊക്കെയാ വാങ്ങിച്ചത്? ഇത്രയും ഡ്രസ്സ് വാങ്ങാനുള്ള കാശ് ഞാൻ തന്നില്ലല്ലോ. ഇത് കേട്ട് വേദ പറയുക, ആ കാശ് കൊണ്ട് തന്നെയാ ഞാൻ വാങ്ങിയത്. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നുണ്ട്. വിക്രമിന് വാങ്ങിയ ഷർട്ട് വേദ വിക്രമിന്റെ മുറിയിലോട്ട് കൊണ്ടുപോവുക. കവർ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, ഇതെന്തോന്നാ? വേദ പറയുക, ഞാൻ നിങ്ങൾക്ക് ഒരു ഷർട്ട് വാങ്ങി, ഇഷ്ടായോന്ന് നോക്ക്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് എനിക്കുണ്ട്, എനിക്കിത് വേണ്ട. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇത്
നിങ്ങളുടെ കാശിന് വാങ്ങിയതാ. ഇതിനി വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഷർട്ടിന്റെ സൈസ് നോക്കിയാ വാങ്ങിയത്. വേറെ ആർക്കും കൊടുക്കാനും പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കളയാം. ഇത്രയും പറഞ്ഞിട്ട് വേദ പോവുക. വിക്രം ഷർട്ടിൽ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതെടുത്ത് ഇട്ട് നോക്കുക. കണ്ണാടിയിലെ മുന്നിൽ പോയി ചേരുന്നുണ്ടോന്നൊക്കെ നോക്കുക. ഇത് ജനലിലൂടെ വേദ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഷർട്ട് നന്നായി ചേരുന്നുണ്ട്, കൊള്ളാട്ടോ. അപ്പോഴേക്കും വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുക. ഇത് കണ്ട് വിക്രം വേദയെ നോക്കി നിൽക്കുക.